For theta and 90 minus theta, we will get same range. ഒറ്റ സെൻറ്റൻസ് തീരാവുന്ന പണിയുള്ളൂ. തീറ്റയ്ക്കും 90 മൈനസ് തീറ്റയ്ക്കും നമുക്ക് കിട്ടുന്ന റേഞ്ച് സെയിം ആയിരിക്കും. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി വെക്ടർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം അറിയാമോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്? വെക്ടർ റെസൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാന്നേ, നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എ കോസ് തീറ്റ, എ സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? യു കോസ് തീറ്റ, യു സൈൻ തീറ്റ, എഫ് കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ അല്ലേ? അങ്ങനെ കമ്പോണൻ്റ് ആയിട്ട് എഴുതുന്നതിനെ പറയുന്ന പേരാണ് വെക്ടർ റെസൊല്യൂഷൻ. നോക്കിക്കോളാം, ശ്രദ്ധിച്ചോണേ. തീരുവ ഇതും കൂടി കഴിഞ്ഞാൽ തീരുവാണ്. വെക്ടർ എന്ന് പറഞ്ഞ സെഷൻ തീരുക, അല്ല സോറി, പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞ സെഷൻ തീരുവാണ്. റെസൊല്യൂഷൻ, എന്തിൻ്റെ റെസൊല്യൂഷൻ? വെക്ടർ. ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ വെക്ടർ, ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ വെക്ടർ ഇൻ ടു ഇറ്റ്സ് കമ്പോണൻസ് ഈസ് കോൾഡ് റെസൊല്യൂഷൻ. ഒന്നുമില്ല, പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ പറയണ കോൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. ഇതൊരു വെക്ടറാണ്. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തും ആകാം. ഫോഴ്സ് ആകാം, ഡിസ്പ്ലേസ്മെൻ്റ് ആകാം, വെലോസിറ്റി ആകാം, ശരിയല്ലേ? അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നു ഇതൊരു വെക്ടറാണ്, വെക്ടർ എ. ക്ലിയർ? ക്ലിയർ? ഇപ്പം ഈ വെക്ടറിൻ്റെ ആരോ കിടക്കുന്നത് എങ്ങോട്ടാണ്? എക്സ് ആക്സിസ് അല്ലേ? ആണോ അല്ലയോ? ഉറപ്പല്ലേ? അപ്പോൾ കംപ്ലീറ്റ് എക്സ് ആക്സിസിലാണ്. ഇപ്പം ഈ വെക്ടറിൻ്റെ ആരോ കിടക്കുന്നത് എങ്ങോട്ടാണ്? കംപ്ലീറ്റ് വൈ ആക്സിസാണ്. പക്ഷെ അതേസമയം നമ്മളൊരു 2 ഡയമെൻഷൻ തന്നെ ചെരിച്ചിടുമ്പോൾ, മനസ്സിലാക്കുക, ചെരിച്ചിടുമ്പോൾ അവിടെ കംപ്ലീറ്റ് എക്സ് അല്ല, കംപ്ലീറ്റ് വൈയും അല്ല, അവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇപ്പം നമ്മൾ 2, നോക്കിയേ, ഞാൻ പറയുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ഈ പോയിന്റ് 2 ആണ്. ഈ 0-ൽ നിന്ന് ഞാനൊരു വര വരച്ചാൽ ഇങ്ങനെയല്ലേ വരുള്ളൂ? നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് എവിടെയാ? പോയിന്റ് എത്ര? 2. അത് എക്സ് ആക്സിസിലല്ലേ? അപ്പൊ ഇവിടുന്ന് 0-ൽ നിന്ന് ഒരു വര വരച്ചാൽ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ അല്ലേ വരുള്ളൂ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ 0 എന്ന് പറയുന്ന സാധനം എന്താണ്? ഒറിജിൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റിൽ ആരാണ്? ഒബ്സർവർ. ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ആര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? ഒബ്സർവർ അല്ലേ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒബ്സർവർ ആണ് നോക്കേണ്ടത്. ഒബ്സർവർ ആണ് തീരുമാനിക്കേണ്ടത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ശരിയാണോ അല്ലയോ? ആണോ അല്ലയോ? നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടോ റെസ്റ്റിലാണോ? നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടോ റെസ്റ്റിലാണോ? പറഞ്ഞോ, നിങ്ങൾക്ക് പറഞ്ഞോ. റെസ്റ്റ് ആണ്. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? 100%. ഓക്കെ, എർത്തിന് വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ മൂവ് ചെയ്യണോ റെസ്റ്റിലാണോ? മൂവ് ചെയ്യുക. കാരണം എർത്ത് കറങ്ങുമല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനുള്ളിലുള്ള ആൾക്കാർ മുഴുവൻ കറങ്ങുമല്ലേ? ആണോ അല്ലയോ? സോ നോക്കുന്ന ആളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ മൂവ് ചെയ്യുവാണോ റെസ്റ്റിലാണോ. ക്ലിയർ? ഇപ്പൊ നമ്മൾ എല്ലാവരും ട്രെയിനിൽ പോവാണ്. ഓക്കെ, എൻ്റെ പേര് ഞാൻ പറഞ്ഞായിരുന്നു, അഫ്നാൻ. യെസ്, കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പൊ അഫ്നാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഓപ്പോസിറ്റ് ഒരു പെങ്കൊച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ട് അവൻ എന്ത് ചെയ്യും? പറഞ്ഞോളൂ. നോക്കും. സിമ്പിൾ. അവന് മിണ്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നോക്കൂലേ? നമ്പർ മേടിച്ചോട്ടോ, ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ്. പേരെങ്ങനെ മക്കളെ? നമ്മൾ ട്രെയിനിലാന്ന് വിചാരിക്കും. സ്വാഭാവികം ഞാൻ എന്ത് ചെയ്യും? നോക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഹെലൻ റെസ്റ്റിലാണോ മോഷനിലാണോ? റെസ്റ്റില. എന്നെ സംബന്ധിച്ച് ഹെലൻ റെസ്റ്റില. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല. ഇപ്പൊ നോക്കി, നമ്മൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ ഒരു 50 സെന്റിമീറ്റർ, ഞങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല. സോ വിത്ത് റെസ്പെക്ട് ടു മീ ഹെലൻ ഈസ് അറ്റ് റെസ്റ്റ്. അപ്പൊ നമ്മൾ ട്രെയിനിൽ പോയി, ഇതാണ് ട്രെയിൻ, അപ്പുറത്തുള്ളവരില്ല, ഇല്ല, നമ്മളാണ് ട്രെയിൻ. ഓക്കെ, നമ്മൾ ട്രെയിനിൽ പോകുമ്പോ പുറത്ത് നിന്നൊരുത്തൻ ഹെലനെ നോക്കും. പുറത്ത് നിന്നൊരുത്തൻ നോക്കും, പക്ഷെ ട്രെയിൻ മൂവ് ചെയ്യുക. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഹിം ഹെലൻ ഈസ് മൂവിങ്. ക്ലിയർ ആയോ? ആരാ ഒബ്ജക്റ്റ്? ഹെലനാണ് ഒബ്ജക്റ്റ്. ഹെലൻ ഒന്നും ചെയ്യുന്നില്ല.
ഹെലൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു മീ ഷീ ഈസ് അറ്റ് റെസ്റ്റ്, വിത്ത് റെസ്പെക്ട് ടു ഹിം ഷീ ഈസ് ഇൻ മോഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണോ റെസ്റ്റിലാണോ തീരുമാനിക്കുന്ന ആരാ? ഒബ്സർവർ. ഈ ഒബ്സർവർ എന്ന് പറയുന്ന ആള് ഗ്രാഫിൽ എവിടെയാ? ഒറിജിൻ. ഗ്രാഫിൽ എവിടെയാണ്? ഒറിജിൻ. ക്ലിയർ ആയോ പറഞ്ഞേ? അപ്പോ ഇങ്ങനെ ഒരു ഗ്രാഫ് വരണമെങ്കിൽ ഒബ്സർവറിൽ നിന്ന് ഇങ്ങോട്ട് വേണം വരയ്ക്കാൻ. പോയിന്റ് ഇവിടെയാണ്. അപ്പൊ ഈ ഗ്രാഫും കിട്ടി. നോക്കി, രണ്ട് ഗ്രാഫും കിട്ടി. മനസ്സിലായോ? നോക്കിയേ. പക്ഷെ ഇങ്ങനെ ഒരു സാധനം വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെയാണ് ആ പോയിന്റ്. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ചെരിഞ്ഞല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? യെസ്. നോക്കാം, ഈ മൂന്നാമത്തെ സാധനം നോക്കാം. ഇതിന്റെ അർത്ഥം എന്താണ്? അതിനൊരു എക്സ് വാല്യൂ ഉണ്ട്, വൈ വാല്യൂ ഉണ്ട്. ശരിയല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് കമ്പോണന്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ കമ്പോണന്റ്. ഇതൊരു വെക്ടർ എ ആണെങ്കിൽ അതിന്റെ എക്സ് കമ്പോണന്റ് എ എക്സ് എന്ന് വിളിക്കും, വൈ കമ്പോണന്റ് എ വൈ എന്ന് വിളിക്കും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ പോയിന്റ് 2,3 പറയാറുണ്ടോ ഇല്ലയോ? വാട്ട് ഈസ് 2? എക്സ് കമ്പോണന്റ്, ദാറ്റ് ഈസ് എ എക്സ്. വാട്ട് ഈസ് 3? വൈ കമ്പോണന്റ്, ദാറ്റ് ഈസ് എ വൈ. കിട്ടി? ഇനി ആ എ എക്സ് എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിരിക്കും പറഞ്ഞേ, ചിലപ്പോൾ ആംഗിളിന്റെ രൂപത്തിലൊക്കെ തരും. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഞാൻ ഒറ്റയടിക്ക് എഴുതാം, അത് ഡിറൈവ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അതൊക്കെ എങ്ങനെയാ വരുന്നത് നമുക്ക് സ്റ്റെപ്പ് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. സോ ആ എ എക്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് എ കോസ് തീറ്റ. മനസ്സിലായോ? എ വൈ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇക്വേഷൻ ആണ് എന്ത്? എ സൈൻ തീറ്റ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ഒരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വെക്ടർ എ എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം, ഒരു വെക്ടർ എ എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ് കമ്പോണന്റ് എത്രയാണ്? എ കോസ് തീറ്റ. അതിന്റെ വൈ കമ്പോണന്റ് എത്രയാണ്? എ സൈൻ തീറ്റ. നോട്ട് ചെയ്യാം. ഇപ്പൊ പ്രൊജക്ടൈൽ മോഷന്റെ യു എന്ന് പറയുന്നത് ഇതാണ്. ഇത് എഴുതിയിട്ട് ഇതിലേക്ക് നോക്കുക, അപ്പൊ മനസ്സിലാവും. എഴുതി കഴിഞ്ഞോ? നോക്കിയോ, ഇവിടെ നോക്കിയോ. വെക്ടർ എ എന്നുള്ളത് ജനറൽ ആയിട്ട് പറഞ്ഞാണ്. നമ്മുടെ കേസിൽ ഇപ്പോഴത്തെ വെക്ടർ ആരാണ്? യു. ക്ലിയർ? അപ്പൊ അതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ, വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് യു സൈൻ തീറ്റ. ഇതാണ് മീനിങ്. ക്ലിയർ? എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സിന്റെ വൈയുടെ വാല്യൂ. ക്ലിയർ അല്ലേ? അതിന്റെ എക്സിന്റെ വൈയുടെ വാല്യൂ ആണ് ഈ പറഞ്ഞു വെച്ചേക്കണത്. ഓക്കെ. യെസ്. ഇനി അടുത്തത് ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ പ്രൊജക്ടൈലിൽ നമ്മൾ ഔട്ട് ആവുകയാണ്, പിന്നെ സർക്കുലർ മോഷൻ. എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ. യെസ്. നമുക്ക് പറയാനാണെങ്കിൽ ഇതൊന്നും അല്ല, അറിയാം നിങ്ങൾക്ക് അത്രയും കണ്ടന്റ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് വേണ്ട ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ, ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ? ബ്രീഫിംഗ് കിട്ടുന്നുണ്ടോ? പഠിച്ചതായിട്ടോ കേട്ടതായിട്ടോ? ഓക്കെ. യെസ്. നെക്സ്റ്റ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ചില ആളുകളൊക്കെ താഴത്തേക്ക് നോക്കി തുടങ്ങി. ഞാൻ ഇങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പൊ എൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? അങ്ങോട്ട്. ഞാൻ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ? അങ്ങോട്ട്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ട്. ഞാനൊരു സർക്കുലർ മോഷൻ ആണെങ്കിൽ ഓർക്കുന്നുണ്ടോ? വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ പറയണേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഞാൻ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഞാൻ ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ എന്നോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ ഏതാ? ടാൻജന്റ്. ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങോട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ചോദിച്ചാൽ ഇങ്ങോട്ട്. ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട്. ദാറ്റ് മീൻസ് ഏത് പോയിന്റിൽ വെച്ചാണോ ചോദിക്കുന്നത് ആ പോയിന്റിന്റെ ടാൻജന്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രൊജക്ടൈൽ മോഷനാണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നതും നോക്കിയേ ഒരു ആർക്കാണ് അല്ലേ? സർക്കിളിന്റെ ഒരു പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ?
മനസ്സിലാക്കുക, ടാൻജന്റ്. ഈ പോയിന്റിൽ എത്തി കഴിയുമ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ? ടാൻജന്റ്. ഈ പോയിന്റിൽ എത്തി കഴിയുമ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ? ടാൻജന്റ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? എല്ലാ പോയിന്റ്സും നമുക്കറിയാം. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 പോയിന്റ് വരച്ചു എന്നുള്ളൂ. ഇത്രയും ക്ലിയർ അല്ലേ? ഏത് പോയിന്റിലാണെങ്കിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനം ആക്ട് ചെയ്യുന്നില്ലേ? ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാ ആക്ട് ചെയ്യുന്നത്? അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? താഴേക്ക്. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ആരുടെ ഡയറക്ഷനാ? വെലോസിറ്റിയുടെ ഡയറക്ഷനാ. ഏത് പോയിന്റിലാണെങ്കിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ആക്ട് ചെയ്യുന്നുണ്ട്. എർത്ത് അല്ലേ? എർത്ത് എങ്ങോട്ടാ വലിക്കണേ? താഴേക്ക്. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ട് വരയ്ക്കണം? താഴേക്ക്. അപ്പൊ ഈ പോയിന്റിലായിരിക്കുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാ? താഴേക്ക്. ഈ പോയിന്റിലായിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാ? താഴേക്ക്. ഈ പോയിന്റിലായിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാ? താഴേക്ക്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ, at maximum height the angle between velocity and acceleration due to gravity is 90 degree. ചോദ്യമാണത്. വേറെ എവിടെയെങ്കിലും 90 വരണ്ടോ നോക്കി. വിയും ജിയും മനസ്സിലാക്കുക. വിയും ജിയും 90 വരുന്നില്ല. 90 വരുന്ന പോയിന്റ് എവിടെയാ? അറ്റ് മാക്സിമം ഹൈറ്റ്. എഴുതി വെക്കുക. സോ അറ്റ് മാക്സിമം ഹൈറ്റ് അത് എഴുതി വെക്കുക, അല്ലെ പടത്തിൽ മാർക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഓർമ്മ വരും. At maximum height, the angle between V and G is 90 degree. Okay? Happy? Madam? Happy? കഴിഞ്ഞോ? ഓക്കെ. അടുത്തത് വെച്ചോട്ടെ. ഓക്കെ. നോക്കാം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചോ. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വെക്ടറിനെ സംബന്ധിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരു കണ്ടിന്യൂസ് ടോപ്പിക് പോലെയല്ല, പക്ഷെ ഇത്രയെങ്കിലും മിനിമം നമുക്ക് ഇനി ആവശ്യമുണ്ട്. ഓക്കെ. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചോ? ലെറ്റർ എന്താ? യെസ്. ഇനിഷ്യൽ വെലോസിറ്റി പഠിച്ചോ? ലെറ്റർ എന്താ? യു. ഫൈനൽ വെലോസിറ്റിയോ? വി. ആക്സലറേഷനോ? എ അല്ലേ? ടൈമോ? ടി. പക്ഷെ ടൈം സ്കെയിലാറാണ്, തൽക്കാലം നമ്മൾ മാറ്റി വയ്ക്കുന്നു. സ്കെയിലാറാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ക്ലിയർ? പക്ഷെ ബാക്കി നമ്മൾ പറഞ്ഞതെല്ലാം വെക്ടറാണ്. ഓക്കെ അല്ലേ? അപ്പോ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഏതാണ് ലെറ്റർ? യെസ്. ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി, ആക്സലേഷൻ എ. 1 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ ഈ ലെറ്റർ മതി. 2 ഡയമെൻഷൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വാട്ട് യു മീൻ ബൈ 2 ഡയമെൻഷൻ? അതിന് എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പൊ നമുക്ക് 2 ഡയമെൻഷൻ എങ്ങനെ എഴുതണം? ഇതേ എസ് എന്ന് പറയുന്നത് അതിനൊരു എസ് എക്സും ഉണ്ട്, എസ് വൈയും ഉണ്ട്. ക്ലിയർ ആയോ? ഇങ്ങനെ എഴുതാൻ പഠിക്കണം. യു എന്ന് പറഞ്ഞപ്പോ എന്തുണ്ടാവും? യു എക്സ് ഉണ്ട്, യു വൈ ഉണ്ട്. വി എന്ന് പറയുന്നത് വി എക്സ് ഉണ്ട്, വി വൈ ഉണ്ട്. എ എന്ന് പറയുന്നത് എ എക്സ് ഉണ്ട്, എ വൈ ഉണ്ട്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ വെലോസിറ്റി ഓഫ് എ വെക്ടർ, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചുമ്മാ മാത്സ് ആയതുകൊണ്ടാണ്. ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി പറയാൻ പറഞ്ഞാൽ ഒരു വാല്യൂ പറഞ്ഞേ, പെട്ടെന്ന് പറയാം. 20 മീറ്റർ/സെക്കൻഡ്. ശരിയല്ലേ? 20 മീറ്റർ/സെക്കൻഡ്. പക്ഷെ ഒരു വെക്ടറിൽ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല പറയണത്. അപ്പൊ അവിടെ 20i മാറി. നേരത്തെ വെറുതെ 20 എന്നേ പറഞ്ഞുള്ളൂ. മറ്റേത് 20i, ചിലപ്പോൾ 20i മതിയായിരിക്കും, 20i മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ചിലപ്പോൾ 20i + 30j. അവിടെ വെക്ടർ വന്നു. ക്ലിയർ ആയി പറഞ്ഞേ? അപ്പൊ 2 ഡയമെൻഷൻ പറയുമ്പോൾ വ്യത്യാസം അതാണ്. ഓക്കെ ആണോ? ഒരു ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ പറഞ്ഞേ, ചുമ്മാ ഒരു വാല്യൂ പറഞ്ഞു. 10 മീറ്റർ. ആ 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതിന് വെക്ടർ ഫോമിൽ എന്ന് പറഞ്ഞേ
10i മതി. i എന്ന് വന്നു പോയാൽ അത് വെക്ടറായി. എന്താണ് 10ഉം 10i തമ്മിലുള്ള വ്യത്യാസം? 10 എന്ന് പറഞ്ഞാൽ 10 മീറ്റർ എന്ന് പറഞ്ഞാലുള്ള കാര്യം എന്താണ്? ചുമ്മാ ആലോചിച്ച് നോക്ക്. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഉണ്ടോ? പക്ഷെ 10i എന്ന് പറഞ്ഞു പോയാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. കാരണം i എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസ് എന്ന് പറയുകയാണ് നമ്മൾ. ശരിയല്ലേ? മനസ്സിലായോ? അപ്പൊ ഐയോ ജെയോ കെയോ അല്ലെങ്കിൽ ഐയും ജെയും കൂടി കമ്പൈൻ ചെയ്തോ അങ്ങനെ വന്നു പോയാൽ അത് വെക്ടറാണ്. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്കെയിലാർന്ന് വിളിക്കാം. ഓക്കെ, യെസ്. ഇനി എൻ്റെ ആവശ്യം ഇതൊന്നുമല്ല. എന്താണ് ഒരു വെക്ടറിന്റെ മോഡുലസ് കാണുക എന്ന് പറഞ്ഞാൽ? ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു സാധനം? മാഗ്നിറ്റ്യൂഡ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. മോഡുലസ് എന്നുള്ള വേർഡ് നോർമലി ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറില്ല. മോഡുലസ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ചിലപ്പോൾ വേണം. എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ഞാൻ മോഡുലസ് കാണാം അല്ലേ? എങ്ങനെയാ കാണണേ അല്ലേ? ഈ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെ? ഇങ്ങനെ മോഡുലസ് സിമ്പിൾ ഈക്വൽ ടു √(sx² + sy²). ഈ യുവിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? യുവിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √(ux² + uy²). വിയുടെയോ √(vx² + vy²). അതുപോലെ എയും. കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി കഴിഞ്ഞ് നമ്മൾ ഈ പരിപാടി നിർത്തുകയാണ്. ഇനി സർക്കുലർ മോഷൻ കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നോക്കിയേ, ഒരു വെക്ടർ പറയുകയാണ്, വെക്ടർ പി 2i + 3j. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് വെച്ചാൽ എന്ത് പറയും? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ പി? വെക്ടർ പിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √(2² + 3²). that is 4 + 9. ആൻസർ ഈസ് √30. ഓക്കെ, പെട്ടെന്ന് നോട്ട് ചെയ്തോ. ജസ്റ്റ് നിങ്ങൾക്ക് ഹിന്റ് കിട്ടിയാൽ മതി. മോഡുലസ് എടുക്കാൻ അറിഞ്ഞിരിക്കണം. മുഴുവനൊന്നും എഴുതണമെന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ മതി. ഒരു വെക്ടർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു മോഡുലസ് എങ്ങനെ എടുക്കാം, അത്ര മാത്രം അറിഞ്ഞാൽ മതി. അതിനൊരു എക്സാമ്പിൾ എന്ന് എഴുതി വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ ഓക്കെ വച്ചോട്ടെ. ഓക്കെ, അടുത്തത് വെക്ടറിൽ നമ്മളിപ്പോൾ ഈ തൽക്കാലം ഈ ക്ലാസ്സിൽ പറയുന്ന ലാസ്റ്റ് സെഷൻ, വെക്ടറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. വെക്ടർ എന്ന് പറയുന്നതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് പോളാർ വെക്ടറും ഒന്ന് ആക്സിയൽ വെക്ടറും. ഇതുകൂടി കഴിഞ്ഞാൽ വെക്ടറിന്റെ സെക്ഷൻ കഴിഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു പോവാം. ഏത് വെക്ടറിനാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത് അതാണ് പോളാർ വെക്ടർ. വി ക്യാൻ ഡിഫൈൻ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓട്ടോമാറ്റിക്കലി അപ്പോൾ ആക്സിൽ എന്തായിരിക്കും? വി കാൺ ഡിഫൈൻ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇത് നോർമലി ഒരു സർക്കുലർ മോഷനിൽ വരുന്ന വെക്ടേഴ്സാണ്. സർക്കുലർ മോഷൻ ഇങ്ങനെ നോട്ട് ചെയ്യൂ. ഒന്നും മനസ്സിലായില്ല, എനിക്കറിയാം. നോട്ട് ചെയ്യൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നോട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഇത്രയും മതി, വേറൊന്നും എഴുതണ്ട. ഓക്കെ, ബാക്കി പറഞ്ഞോട്ടെ. നമ്മൾ നോർമലി വെക്ടർ എന്ന് കുറേ ക്വാണ്ടിറ്റീസിനെ പറഞ്ഞിട്ടില്ലേ? ഇന്നിപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ മുതൽ ഞാൻ ചോദിക്കുകയാണ്, ചില വെക്ടറിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ്,
വെലോസിറ്റി, ഫോഴ്സ്, ആക്സലേഷൻ, ഇതെല്ലാം പോളാർ വെക്ടേഴ്സാണ്. നോർമലി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഏതാ? പോളാർ വെക്ടറാണ്. ഇത്രയും ക്ലിയർ? ഓക്കെ. ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഈ പില്ലറിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ ആണോ ഇല്ലയോ? ഈ പില്ലറിൽ ഞാൻ എന്താ കൊടുക്കണേ? ഫോഴ്സ്. ഒരു വെക്ടർ അല്ലേ? ആ ഫോഴ്സ് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തേ? എന്നിൽ നിന്നാണ്. ശരിയാണോ? അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലേ? ഉണ്ടോ ഇല്ലയോ? അത് പോളാർ വെക്ടറാണ്. മനസ്സിലായോ? സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. ഞാൻ മൂവ് ചെയ്തു തുടങ്ങി. ഞാൻ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് വെലോസിറ്റി ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാൻ എവിടുന്നാ മൂവ് ചെയ്ത് തുടങ്ങി? സ്റ്റാർട്ടിംഗ് പോയിന്റ് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയോ പറഞ്ഞേ? നോർമലി ഇങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ വെക്ടർ. അപ്പൊ ഇതൊന്നും അല്ല നമുക്ക് ഞാൻ ഈ ടോപ്പിക്ക് പറയാൻ കാരണം ഇതിന് വേണ്ടിയിട്ടാണ്, ആക്സിലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നോർമലി നമ്മൾ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലേഷൻ, ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് പോളാർ വെക്ടേഴ്സാണ്. ഈ ആക്സിയൽ വെക്ടർ എന്ന് പറയുന്നതിൽ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി കേട്ടിട്ടുണ്ടോ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ ആക്സിലറേഷൻ, അങ്ങനെയുള്ള വേർഡുകൾ കേട്ടിട്ടുണ്ടോ? എന്താ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്? ലെറ്റർ തീറ്റ. എന്താ ആംഗുലർ വെലോസിറ്റി? ഒമേഗ. എന്താ ആംഗുലർ ആക്സിലറേഷൻ? ആൽഫ. ടേംസ് കേട്ടിട്ടുണ്ടോ ഇല്ലയോ? കേട്ടിട്ടുണ്ടോ ഇല്ലയോ? എന്താ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതെന്താ? എസ് എന്താ? അതിൻ്റെ കൂടെ ഒരു ആംഗുലർ അങ്ങ് ചേർക്ക്. അപ്പൊ തീറ്റ എന്താ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഒമേഗ എന്താ? ആംഗുലർ വെലോസിറ്റി. അപ്പൊ ആൽഫ എന്താ? ആംഗുലർ ആക്സിലറേഷൻ. ഇങ്ങനെയുള്ള ടേംസ് എല്ലാം ആക്സിയലാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ നമ്മൾ പറയുന്നത് അതിൻ്റെ ആക്സിസിലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, എൻ്റെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്, എൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ട്. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്, എൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ട്. അല്ലേ? ഇതുപോലെയല്ല ആക്സിയൽ. ആക്സിയൽ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് എങ്ങനെ മൂവ് ചെയ്താലും അല്ലേ വട്ടത്തിൽ കിടന്ന് കറങ്ങുക, പക്ഷെ അതിന്റെ ഡയറക്ഷൻ പറയേണ്ടത് എവിടെയാ? അവിടെയല്ല, ആക്സിസിലാണ്. മനസ്സിലായി പറഞ്ഞത്? ഡയറക്ഷൻ എവിടെയാ പറയേണ്ടത്? ആക്സിസിലാണ്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇനി എങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, എന്താണ് സംഭവം എന്ന് കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതുകൂടി കഴിഞ്ഞു. ആക്സിയൽ വെക്ടർ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നു. രണ്ടായിട്ട് തിരിക്കുകയല്ല, രണ്ട് കേസസ് നമ്മൾ പറയുന്നു. ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു. ഇതറിയാമോ ഇല്ലയോ? അറിയാം. ഹാപ്പി. ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, ഈ ആക്സിസിന് ചുറ്റുമാണ് ഈ കിടന്ന് കറങ്ങുന്നത്. ഇവിടെ ഒരു ആക്സിസ് ഉണ്ട് അല്ലേ? ഒരു ആക്സിസിന് ചുറ്റുമാണ് ഒബ്ജക്റ്റ് കിടന്ന് കറങ്ങുന്നത്. ക്യാപ്പ് തന്നെ പെൻ്റെ. ഓക്കെ, ഇതാണ് ആക്സിസ്. ഈ ആക്സിസിന് ചുറ്റും ഈ ക്യാപ്പ് കിടന്ന് കറങ്ങുകയാണ്. ക്ലിയർ ആയോ? ഇതാണ് സംഭവത്തിലേ ഉള്ളൂ. അപ്പൊ ഈ ക്യാപ്പിന്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ അല്ല നമ്മൾ പറയണത്, ഇവിടെയാണ് പറയണത്. കറങ്ങുന്ന ഇതിന് ചുറ്റുമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഡയറക്ഷൻ പറയണത്. കിട്ടിയോ? ഓക്കെ, എങ്ങനെയാണ് പറയേണ്ടത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, സ്ക്രൂ റൂൾ ഓർമ്മയുണ്ടോ? ഇതൊക്കെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇവിടെ +2 അറിയാമോ ഇല്ലയോ? അറിയാം. എന്താ സ്ക്രൂ റൂൾ? കുറേ നേരമായി ഇല്ലേ വായിട്ടലക്കണോ? മേശപ്പുറത്തെ നേരെ ഇങ്ങോട്ട് നോക്കി, നേരെ താഴേക്ക് നോക്കിയോ, നേരെ നിങ്ങളുടെ മേശ. ഒരു സ്ക്രൂ ഉണ്ടെന്ന് വിചാരിച്ചേ, സ്ക്രൂ അവിടെ ഒരു സ്ക്രൂ ഉണ്ടെന്ന് വിചാരിക്കും. ആ സ്ക്രൂ ടൈറ്റൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്ക്രൂ ഡ്രൈവർ എങ്ങോട്ട് തിരിക്കണം? ക്ലോക്ക് വൈസ് വേണോ ആന്റി ക്ലോക്ക് വൈസ് വേണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ താഴെ ഒരു സ്ക്രൂ ഉണ്ടെന്ന്, ഒരു സ്ക്രൂ ആ സ്ക്രൂ എനിക്ക് ടൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സ്ക്രൂ ഡ്രൈവർ എങ്ങോട്ട് തിരിക്കണം? അപ്പൊ ക്ലോക്ക് വൈസ് ഞാൻ തിരിച്ചാൽ സ്ക്രൂ എങ്ങോട്ട് പോകും? താഴേക്ക്. അപ്പൊ ക്ലോക്ക് വൈസ് നമ്മൾ തിരിച്ചാൽ സ്ക്രൂ താഴേക്ക്. അപ്പൊ ക്ലോക്ക് വൈസും ഡൗൺവേർഡുമാണ് കോമ്പിനേഷൻ. സ്ക്രൂ ഊരിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് തിരിക്കണം. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ സ്ക്രൂ എങ്ങോട്ട് വരും? മുകളിലേക്ക്, അപ്വേർഡാണ്. ഇത് ഡയറക്ഷൻ ഓർത്തിരുന്നാൽ മതി. ഇനി ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നോക്കിക്കോളൂ. ഒരു കോയിലിൽ സോളിനോയിഡ്,
മാഗ്നറ്റിക് ഫീൽഡാ പറയണേ. ഒരു കോയിലിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ്. ഇനി കറണ്ട് ഡൗൺവേർഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ക്ലോക്ക് വൈസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. മനസ്സിലായോ? ഒരു ഒബ്ജക്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഒരു ഒബ്ജക്റ്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അപ്വേർഡ്. കിട്ടിയോ? നോട്ടി. ഇന്ന് 2 മണിവരെയല്ലേ ക്ലാസ്? ആണോ? ഓ, അത് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടല്ലേ. ഈ ഓർമ്മശക്തി പഠിക്കുന്ന സാധനത്തിനുണ്ടായിരുന്നെങ്കിൽ 2 ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യായിരുന്നു. 12:45. കാശ് കൊടുക്കുകയും വേണം, പിന്നെ ഞങ്ങൾ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമല്ലേ? ശരിയാ. നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കുകയും പണിയെടുക്കുകയും വേണം എന്ന് പറഞ്ഞാൽ ജിമ്മിലും ഇത് തന്നെയാണ് അവസ്ഥ. കാശ് കൊടുക്കുകയും വേണം, നമ്മൾ തന്നെ പണിയെടുക്കണം അല്ലേ? കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഹാപ്പി? പിന്നെ എന്ത് ഹാപ്പി? ഓക്കെ അല്ലേ? യെസ്. സോ ടേംസ് പെട്ടെന്ന് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരുന്നു ലെറ്റർ? തീറ്റയാണ് ലെറ്റർ എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിച്ചേ മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചേ. പട്ടേ നോക്ക്, ഇവിടെ നോക്കിയിരിക്കും. ഓക്കെ ആണോ? ആരേത് മനെ ചക്കരെ? ആരേത്? ഒരു പേര് പറയടാ. അവന് പറ്റിയൊരു പേര് പറഞ്ഞേ. ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഒരു പെങ്കൊച്ച്. ആര് നോക്കും? പറ, പെട്ടെന്ന് പറടാ. ഞാനാന്ന്. അപ്പൊ ഒബ്സർവർ ഇവിടെയല്ലേ? ആണോ? ഇതാണ് ഒബ്സർവർ. ഓർത്തിരുന്നോണം, ഒബ്സർവർ ഇവിടെയും ഒബ്ജക്റ്റ് ഇവിടെയുമാണ്. ആണോ? ഒബ്ജക്റ്റ് ഈസ് മൂവിങ്. ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ പൊസിഷൻ ചോദിക്കണേന് പെട്ടെന്ന് പറയണേ. ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ പൊസിഷൻ, ഒബ്ജക്റ്റിന്റെ ഫൈനൽ പൊസിഷൻ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? 7 - 3 എത്രയാ? 4. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുമല്ലേ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുമല്ലേ? യെസ് ഓർ നോ? യെസ്. പക്ഷേ ഇവിടെ ആ പെങ്കൊച്ച് വന്ന് നിന്നാൽ ഒബ്ജക്റ്റ്, അപ്പോഴും ഇവൻ വിടുവോ? ഇവൻ എവിടെയുണ്ട്? ദിസ് ഈസ് ഒബ്സർവർ. ഒരു സർക്കുലർ മോഷനില് നടുക്കാണ് ഒബ്സർവർ. ക്ലിയർ ആയോ? ഇപ്പൊ ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ശ്രദ്ധിച്ചോ? ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലായോ? ഇതാരാണ്? ഒബ്സർവർ. ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ് ഇവിടുന്ന് ഇവിടം വരെ, A to B. ഒബ്ജക്റ്റ് മൂവ് ചെയ്തില്ലേ? ചെയ്തില്ലയോ? പക്ഷേ ഒബ്ജക്റ്റ് ഒബ്സർവർ നമ്മളുടെ ഡിസ്റ്റൻസ് മാറിയോ? ഇല്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയും ചെയ്തു, പക്ഷെ ഒബ്സർവറുമായിട്ടുള്ള ഡിസ്റ്റൻസ് മാറിയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. മനസ്സിലായോ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ? ഇവിടെ നമ്മൾ നോർമലി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും, പക്ഷെ ഇവിടെ നമ്മൾ പറയും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു ആംഗുലർ നോക്കുക. എന്ത് മാറ്റം വന്നു? ഒബ്ജക്റ്റിന് എന്ത് മാറ്റം വന്നു? ഒബ്ജക്റ്റിന് ഇവൻ നേരെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇനി ആ കൊച്ചിനെ കാണണമെങ്കിൽ ഇവൻ ഇങ്ങനെ നോക്കണം. ഓ, അവൻ ഇത്രയും പണിയെടുത്തു.
അല്ലേ? അപ്പൊ കണ്ണ് അത്രയും ആംഗിളിലേക്ക് പോയി. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം എന്താ അപ്പൊ ശരിക്കും? ഇറ്റ്സ് ആൻ ആംഗിൾ. കിട്ടിയോ? നോട്ട് ചെയ്യണം. ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്? ആംഗിൾ ആണ്. ആംഗിളിന്റെ SI യൂണിറ്റ് എന്താ? ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയൻ. നോട്ട് ചെയ്യണം, നോട്ട് ചെയ്യണം. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ലെറ്റർ തീറ്റ, യൂണിറ്റ് റേഡിയൻ. ഡയമെൻഷൻ പറ. വാട്ട് ഇസ് ഡയമെൻഷൻ ഓഫ് ആംഗിൾ? ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ, സെക്കൻഡ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ നോട്ട് എഴുതിയെടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ വരണ്ടായിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ വരണ്ടായിരുന്നു. ആംഗിളിന്റെ ഡയമെൻഷൻ പറ. യെസ്, നിൽ, നോ ഡയമെൻഷൻ അല്ലേ? ആംഗിളിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ആംഗിളിന് ഡയമെൻഷൻ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ആംഗിളിന് ഡയമെൻഷൻ ഇല്ലാത്തത്? ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഓ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ആംഗിളിന്റെ ഡെഫിനിഷൻ എന്തേ കിടക്കണു? ദിസ് ഈസ് ആംഗിൾ A/B. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ്, നീളമാണ്. L, ഡയമെൻഷൻ L ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു നീളമാണ്, L ആണ്. ആ എല്ലും കട്ടാവും. അങ്ങനെയാണ് ആംഗിളിന് ഡയമെൻഷൻ ഇല്ലാത്തത്. ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ എഴുതി തന്നിട്ടുള്ളതാണ് ഇല്ലേ? ഓക്കെ, അപ്പോ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ലെറ്റർ തീറ്റ, യൂണിറ്റ് ഡയമെൻഷൻ ഇല്ല. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഡയറക്ഷൻ ചോദിച്ചാൽ എന്ത് പറയും? ഇത് സ്കെയിലാർ ആണോ വെക്ടർ ആണോ? ഇത് സ്കെയിലാർ ആണോ വെക്ടർ ആണോ? പറ മക്കളെ. ഇതെല്ലാം വെക്ടറുകളാ. ഇതിന്റെ ഡയറക്ഷൻ എവിടെയാ? ഇതെല്ലാം വെക്ടർ ക്വാണ്ടിറ്റീസ് ആട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടാ? നമ്മൾ പറഞ്ഞു ആക്സിസിലാണ്. ശരിയല്ലേ? പറഞ്ഞോ ഇല്ലയോ? ഇതൊരു ആക്സിൽ വെക്ടർ അല്ലേ? ഡയറക്ഷൻ എവിടെയാ പറയേണ്ടത്? ആക്സിസിൽ. സ്ക്രൂ റൂൾ അപ്ലൈ അപ്ലൈ അപ്ലൈ. ഇപ്പൊ ഒബ്ജക്റ്റ് മൂവ് ചെയ്തേക്കുന്നത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടാ? അപ്വേർഡ്സ്. അപ്പൊ ആക്സിസിൽ ഇത് ഇങ്ങനെ വേണം തീറ്റ പറയാൻ, ഡയറക്ഷൻ പറയാൻ. ഡയറക്ഷൻ ഇങ്ങനെയാണ്, മാഗ്നിറ്റ്യൂഡ് ഇവിടെ. വ്യത്യാസം മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ഡയറക്ഷൻ ആണ് ഇവിടെ കേട്ടോ, അല്ലാതെ തീറ്റ ഇവിടെ എഴുതി വെച്ചേക്കരുത്. ഡയറക്ഷൻ ആണ് ഇങ്ങനെ എഴുതേണ്ടത്. ആക്സിസിൽ ഇങ്ങോട്ട് വേണം ആരോ, മുകളിലേക്ക് വേണം ആരോ, അപ്വേർഡ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ബാക്കി പറഞ്ഞോട്ടെ, ബാക്കി പറഞ്ഞോട്ടെ. സമയം നോക്കി തുടങ്ങി, സമയം നോക്കി തുടങ്ങി. അടുത്ത ആംഗുലർ വെലോസിറ്റി ലെറ്റർ എന്താ? ഒമേഗ. എന്താ വെലോസിറ്റിയുടെ ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സാധാരണ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ക്ലിയർ? എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ മക്കളെ, ശ്രദ്ധിച്ചേ. ഈ തീറ്റ ആംഗിൾ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു? ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാമേ. എക്സാമ്പിൾ ആണ്. ഇവിടെ ഒരു, ഞാൻ റേഡിയനിലല്ല, പെട്ടെന്ന് മനസ്സിലാവാൻ, പെട്ടെന്ന് എളുപ്പത്തിന് ഞാൻ പറയുകയാണ്. ഇതൊരു 40 ഡിഗ്രി ആണെന്ന് വെച്ചോ. ഈ 40 ഡിഗ്രി ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുത്തു? ഓക്കെ, അപ്പൊ അവിടുത്തെ തീറ്റ എത്രയാ? 40. ടൈം എത്രയാ? 2. അങ്ങനെയാണെങ്കിൽ 40/2 ആണ് അവിടുത്തെ ഒമേഗ, തീറ്റ ബൈ ടി. പക്ഷെ 40 ഡിഗ്രി ആണ്, നമുക്ക് ഇവിടെ ഡിഗ്രി അല്ല വേണ്ടത്. നമ്മൾ ഏത് യൂണിറ്റിലേക്ക് മാറ്റണം? ഏത് യൂണിറ്റിലേക്ക് മാറ്റണം? റേഡിയനിലേക്ക് മാറ്റണം. എങ്ങനെയാ റേഡിയനിലേക്ക് മാറ്റണത്? ഇനി അതറിയാമോ? അറിയാമോ ഇല്ലയോ? അറിയാമോ ഇല്ലയോ? ഇല്ല. സന്തോഷം. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? ഇത് പറഞ്ഞുതരാം, ഇത് നോട്ട് ചെയ്യണം, ഇത് ആദ്യം നോട്ട് ചെയ്യും, ഇത് തീർത്തിട്ട് ഞാൻ പറഞ്ഞുതരാം, കൺവേർഷൻ പറഞ്ഞുതരാം. തീറ്റ ആംഗിൾ മൂവ് ചെയ്യാൻ എത്ര സമയം എടുത്തു? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? തീറ്റ ആംഗിൾ മൂവ് ചെയ്യാൻ എത്ര സമയം എടുത്തു? ഇതിന്റെ യൂണിറ്റ് എന്താണ്? തീറ്റയുടെ യൂണിറ്റ് എന്താ? തീറ്റയുടെ യൂണിറ്റ് എന്താ? റേഡിയൻ.
ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താ? റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഹാപ്പി? മനസ്സിലായി? ഓക്കെ. തീറ്റയുടെ ഡയമെൻഷൻ എന്താ? തീറ്റയുടെ ഡയമെൻഷൻ എന്താ? ഇല്ല. ടൈമിന്റെയോ? ടി. അപ്പൊ ന്യൂമറേറ്റർ ഡയമെൻഷൻ ഇല്ല, ഡിനോമിനേറ്ററിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് 1/t എന്ന് പറഞ്ഞാൽ t raised to -1. ക്ലിയർ ആയോ? ഓക്കെ, നോട്ട് ചെയ്യുക. ഡയറക്ഷൻ എങ്ങനെ പറയാം? സ്കെയിലറോ വെക്ടറോ? വെക്ടർ. ഇനി പറയണോ ഞാനത്? ഓക്കെ, എങ്ങനെയാ ഡയറക്ഷൻ പറയേണ്ടത്? ഒബ്ജക്റ്റ് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നോക്കണം, ശരിയല്ലേ? എന്നിട്ട് സ്ക്രൂ റൂള് നോക്കുക, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ സ്ക്രൂ റൂൾ അപ്ലൈ ചെയ്യുക. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, നോക്കിക്കോളാം. എവിടെയാ പറയേണ്ടത്? ആക്സിസിൽ. ക്ലിയർ? ഓക്കെ, ഇനി കൺവേർഷനിലേക്ക് നോക്കിക്കോളാം. കൺവേർഷൻ. ഓക്കെ, മാച്ചോട്ടെ. ഇത് നോക്കണേ എല്ലാവരും. ഇത് എത്ര ഡിഗ്രിയാ? ഇത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രി. ശരിയാണോ? അപ്പോ ഇത് 180 ഡിഗ്രിയാണ്. ഈ 180 ഡിഗ്രി തന്നെയാണ് പൈ റേഡിയൻ എന്ന് പറയുന്നത്. രണ്ടും ഒന്നാണ്, രണ്ട് യൂണിറ്റ് ആണ്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 90 ഡിഗ്രി π/2 എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങള്? π/2 റേഡിയൻ, ശരിയല്ലേ? നോക്കി, ഇതിന്റെ പകുതി. ഓക്കെ, അപ്പോ ഇത് രണ്ട് രീതിയിൽ കൺവേർട്ട് ചെയ്യാം. 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 1 ഡിഗ്രി. ഈ 180 താഴേക്ക് പോകും, π/180 റേഡിയൻ അല്ലേ? ഈ 180 എന്നുള്ളത് ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പൊ ഇവിടെ ബാക്കി 1 × 1 ക്രോസ് മൾട്ടിപ്ലൈ 1 × 180 അല്ലേ? 180. അപ്പൊ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ? ഓക്കെ, അപ്പൊ 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ? 1 ഡിഗ്രി ഇത്രയാണ്. അപ്പൊ 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 2 × π/180. അപ്പൊ 3 ഡിഗ്രി എന്ന് പറഞ്ഞാലോ? 3 × π/180 റേഡിയൻ. കാര്യം മനസ്സിലായോ ഇല്ലയോ? ഉറപ്പാണോ? അപ്പൊ 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ? എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ മതി. 40 × π/180 റേഡിയൻ. ക്ലിയർ ആയോ പറഞ്ഞേ? അപ്പൊ ഡിഗ്രി റേഡിയനിലേക്ക് മാറ്റാൻ മനസ്സിലായില്ലേ? ഇനി തിരിച്ചാണ് ചോദ്യം വന്നെങ്കിലോ ഇതാണ് എല്ലാത്തിന്റെയും ബേസ്. ഈ ഫസ്റ്റ് എഴുതിയേക്കണ ആ ബേസ് ഇതിൽ നിന്നാണ് ഇതിലേക്ക് പോയത്. അപ്പൊ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180. ഇനി ഈ പൈ താഴേക്ക് വാ. അപ്പൊ 180/π ഡിഗ്രി ആണ് 1 റേഡിയൻ. ഇങ്ങോട്ട് വാ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ശരിയല്ലേ? നോക്കുക, π × 1 അല്ലേ? π കിട്ടിയോ? അപ്പൊ ഈ സാധനത്തിൽ നിന്നാണ് ഇതെല്ലാം പോണത്. ഇനി കൺവേർഷൻ മനസ്സിലാവോ? ഉറപ്പാണോ? ആ, നോട്ട് ചെയ്യ്. മാച്ചോട്ടെ. ഇനി ചോദിച്ചാൽ അറിയാലോ എങ്ങനെയാന്ന്? കൺവേർഷൻ അറിയാമോ? ഓക്കെ, അപ്പോൾ ഡിഗ്രിയെ റേഡിയനിലും പറ്റും, റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ പറ്റും. നോക്കിയേ, റേഡിയനെ ഡിഗ്രി ആക്കണമെന്ന് കൂടി ഒരെണ്ണം ചെയ്ത് നോക്കിയത്. ഇവിടുന്ന് 1 റേഡിയൻ ഈക്വൽ ടു എത്രയാ? ഇവിടുന്ന് ചിന്തിക്കുക. 1 റേഡിയൻ ഈക്വൽ ടു എത്രയാ? 180/π. അപ്പൊ 2 റേഡിയൻ എത്രയാ? 2 × 180/π. അപ്പൊ 3 റേഡിയൻ എത്രയാ? 3 × 180/π. ക്ലിയർ? നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? എന്താ ആംഗുലർ ആക്സിലറേഷൻ? ലെറ്റർ എന്താ? ആംഗുലർ ആക്സിലറേഷൻ ലെറ്റർ എന്താ? ആൽഫ. എന്തായിരുന്നു ആക്സിലറേഷന്റെ ഇക്വേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ ഇവിടെ എന്താ? ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം.
ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫൈനൽ ആംഗുലർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ബൈ ടൈം. ഒമേഗ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഓക്കെ, എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കാം, ഒറ്റ പ്രാവശ്യം പറയാം, കിട്ടണവർക്ക് കിട്ടട്ടെ, അതിനുള്ള സമയമുള്ളൂ. പെട്ടെന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറയാം, കേട്ടിരിക്കും, ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കും. പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചേ മക്കളെ, ശ്രദ്ധിച്ചേ. ഞാൻ SI യൂണിറ്റിലേക്ക് ഒന്നും മാറ്റില്ല, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. 20 ഡിഗ്രി ശ്രദ്ധിക്കണേ, 20 ഡിഗ്രി മൂവ് ചെയ്യാൻ 2 സെക്കൻഡ്സ് എടുത്തു. ക്ലിയർ ആയോ? അപ്പോ തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ തൽക്കാലം 20 എന്നിടുന്നു, ടൈം 2 എന്നിടുന്നു. സോറി, തീറ്റ എന്ന് പറഞ്ഞത് 20, ടൈം 2 ഇടുന്നു. അപ്പൊ ഒമേഗ എത്ര ഇവിടെ? തീറ്റ ബൈ ടി ആണ്. എത്രയാണ്? 20/2. ആൻസർ എത്രയാ? 10. ഞാൻ റേഡിയനിലാണെന്ന് വിചാരിച്ചോ, സപ്പോസ് 20 റേഡിയൻ ആണെന്ന് വിചാരിച്ചോ, അപ്പൊ എളുപ്പമുണ്ടല്ലോ നമുക്ക് പറയാൻ എളുപ്പത്. ക്ലിയർ? റേഡിയൻ ആക്കി വേണം ചെയ്യാൻ. ഇത്രയും ക്ലിയർ ആയോ? എത്രയാ തീറ്റ? 20 റേഡിയൻ. ആ 20 റേഡിയൻ മൂവ് ചെയ്യാൻ എത്ര സമയം എടുത്തു? 2 സെക്കൻഡ്. അപ്പൊ ഒമേഗ എത്രയാ? ഒമേഗയുടെ ഇക്വേഷൻ എന്താ? തീറ്റ ബൈ ടി. അപ്പൊ തീറ്റ ബൈ ടി എന്ന് പറഞ്ഞാൽ 20/2. എത്രയാ? 10. വീണ്ടും അടുത്ത 20 ഉണ്ടെന്ന് വിചാരിച്ചോ, അതിന് 2 സെക്കൻഡ്സ് ആണെന്ന് വിചാരിച്ചോ, അപ്പൊ അവിടുത്തെ ഒമേഗ എത്ര വരും? 10 വരും. വീണ്ടും അടുത്ത 20 ആണെന്ന് വിചാരിച്ചോ, 20, അതും 2 സെക്കൻഡ്സ് ആണെന്ന് വിചാരിച്ചോ, അപ്പൊ അവിടുത്തെ ഒമേഗ എത്ര വരും? എത്രയാ? 10. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ആദ്യത്തെ ഒമേഗ എത്രയാ? രണ്ടാമത്തെയോ? മൂന്നാമത്തെയോ? ഒമേഗ കോൺസ്റ്റന്റ് അല്ലേ? ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം ആംഗുലർ വെലോസിറ്റി. ഒമേഗ കോൺസ്റ്റന്റാ. അങ്ങനെയുള്ളിടത്ത് ആക്സലറേഷൻ ഇല്ല. ഒരു ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആക്സലറേഷൻ ഉണ്ടോ? ആക്സലറേഷൻ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാ? വെലോസിറ്റി ചേഞ്ച് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ സർക്കുലർ മോഷനിലും അത് തന്നെയാണ്. ഇവിടെ ഒമേഗ സെയിം ആണ്, അതുകൊണ്ട് ആൽഫ ഇല്ല. ഇങ്ങനെ ഒരു കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ എത്രയാ? 0. കാരണം ഒമേഗ കോൺസ്റ്റന്റ് ആണ്. ഇവിടുത്തെ ആദ്യത്തെ ഒമേഗ തന്നെയാണ് രണ്ടാമത്തെ, അത് തന്നെയാണ് മൂന്നാമത്തെ. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു കേസ് നോക്കി, ഇത് എപ്പോഴാണ് ആൽഫ വരുന്നത് നോക്കാം. ഇത് 20 റേഡിയൻ, ടൈം എത്രയാ? 2 സെക്കൻഡ്സ്. അപ്പൊ ഒമേഗ എത്രയാ? തീറ്റ ബൈ ടി 20/2. എത്രയാ? 10. കാര്യം മനസ്സിലായോ ഇല്ലയോ? ഓക്കെ. അടുത്ത അതേ 2 സെക്കൻഡ്സ് കൊണ്ട് അയാൾ 40 റേഡിയൻ സഞ്ചരിച്ചു. ദാറ്റ് മീൻസ് അന്നേരത്തെ ഒമേഗ എത്രയാ? തീറ്റ ബൈ ടി 40/2. എത്രയാ? 20. ഒമേഗ സെയിം ആണോ ഡിഫറൻ്റ് ആണോ? ഡിഫറൻ്റ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞേ? അപ്പോ ഇവിടെ നോക്കുക, ആംഗിൾ മാറി, ഒരേ ടൈം ഇന്റർവെല്ലിൽ ആംഗിൾ മാറി. ദാറ്റ് മീൻസ് ഇതാണ് ഇനിഷ്യൽ ഒമേഗ, ഇതാണ് ഫൈനൽ ഒമേഗ. ക്ലിയർ ആയോ? അങ്ങനെയാണ് ഒമേഗ ഐയും ഒമേഗ എഫും ഒക്കെ വരുന്നത്. ഒരു ഐഡിയ കിട്ടിയോ? ഞാൻ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ. എവിടെയാണ് ഈ ഒമേഗ ഐ ഒമേഗ എഫ് വരുന്നതെന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഓക്കെ, മാച്ചോട്ടെ ഞാൻ. ഓക്കെ, മാച്ചോട്ടെ. ഇനി ഒമേഗ ഐ കിട്ടി 2, ഒമേഗ എഫ് കിട്ടി, അല്ല ഒമേഗ ഐ കിട്ടി 10, ഒമേഗ എഫ് കിട്ടി 20. എത്രയാണ് ടൈം? 4. ടോട്ടൽ ടൈം എടുത്തോണം. അപ്പൊ 2 + 2 എത്രയാണ്? 4. അത് ക്വസ്റ്റ്യനിൽ വരും, ടൈം ടേക്കൺ എന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അത് വിഷയമല്ല. ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഈ ആൽഫയുടെ യൂണിറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണോ അല്ലയോ? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എത്രയാ? മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ആണെങ്കിൽ തീറ്റയുടെ റേഡിയൻ. ഇങ്ങനെയല്ലേ? വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ആംഗുലർ വെലോസിറ്റിയുടെ റേഡിയൻ പെർ സെക്കൻഡ്. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതിയേ? അപ്പൊ മീറ്റർ ഉള്ളിടത്തെല്ലാം റേഡിയൻ വന്നാൽ മതി. ശ്രദ്ധിച്ചു നോക്കിയേ, മീറ്റർ ഉള്ളിടത്തെല്ലാം റേഡിയൻ വന്നാൽ മതി. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താ? നമ്മൾ പഠിച്ചു വെച്ചത് മീറ്റർ പെർ
സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ആംഗുലർ ആക്സിലറേഷൻ യൂണിറ്റ് എന്തായിരിക്കും? റേഡിയൻ പെർ സെക്കൻഡ്. ക്ലിയർ ആയോ? ഓക്കെ, നോട്ട് ചെയ്തോ. ആൽഫയുടെ യൂണിറ്റ് ചോദിച്ചാൽ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം ഒമേഗ എന്ന് പറയുന്നത് തന്നെ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. പിന്നെ താഴെ വീണ്ടും ഒരു സെക്കൻഡ് വരും. അപ്പൊ 2 സെക്കൻഡ് വരുമ്പോൾ സെക്കൻഡ് സ്ക്വയർ ആവും. ഓക്കെ, നോട്ട് ചെയ്യണേ. ഡയമെൻഷൻ എന്തായിരിക്കും? T⁻², അല്ലേ? T⁻². കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണോ? ന്യൂമറേറ്ററിൽ റേഡിയൻ ആണ്, ആംഗിൾ ആണ്. ഇല്ല, ഡിനോമിനേറ്റർ സെക്കൻഡ് സ്ക്വയർ, അപ്പൊ ടൈം സ്ക്വയർ ആണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ ടൈം സ്ക്വയർ വരുമ്പോൾ T⁻². ഓക്കെ അല്ലേ? ബ്രേക്ക് എടുക്കാന്നാ.